നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സംസ്ഥാനം വലിയൊരു വിപത്തിലാണ് പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്നത്തെ ഗവൺമെൻറ്, ഇപ്പോൾ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അഹോരാത്രം പണിയെടുക്കുന്നു. മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ തൂഫാൻ. ആലോചിക്കണം, നമ്മുടെ തലമുറയെ, നമ്മുടെ കുട്ടികളെ, നാം ഉൾപ്പെടെ അതിന് ഉത്തരവാദികളാണ്. എന്തെന്നാൽ നമ്മുടെ കൺമുന്നിലാണ് അവർക്ക് ഈ മയക്കുമരുന്നുകൾ മറ്റ് ആൾക്കാർ കാശിനു വേണ്ടി വിൽക്കുകയും നാം അത് കാണുകയും ഒന്നും അറിയാത്തതുപോലെ നമ്മൾ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, നോക്ക്, ആ കുട്ടി അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ ഇത് വാങ്ങി ഉപയോഗിക്കുന്നു, ആലോചിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകും. പക്ഷേ അവിടെ നാം ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. ഇതിനു മുമ്പ് ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അവരൊന്നും ചെയ്തില്ല. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അധികാരം ഏറ്റ ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നു. ശക്തമായ നടപടിയുമായി നമ്മുടെ ആഭ്യന്തര വകുപ്പ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം ഇതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങി. ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അതിൻ്റെ അടിവേര് അറുക്കുന്നതിന് വേണ്ടി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. വാർത്താ സമ്മേളനം നടത്തി. പറഞ്ഞതുപോലെ അക്ഷരം പ്രതി ഓരോ ഉദ്യോഗസ്ഥനും ഓരോ തലങ്ങളിൽ ഓരോ സ്ഥലത്തും അരിച്ചു പറക്കുകയാണ് ഇപ്പോൾ. കൊച്ചിയിൽ തന്നെ ഇതിനോടകം 200-ൽ പരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് പറയട്ടെ, ഈ സാധാരണ ഈ പുകയില ഉൽപ്പന്നങ്ങൾ, അതായത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. ഈ സാധനങ്ങൾ കേരളത്തിൽ എങ്ങനെ എത്തുന്നു? ഹാഷിഷും ഹെറോയിലും ഈ ബ്രൗൺ ഷുഗറും പോലുള്ള ഈ മാരകമായ ഈ ഒരു തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറയെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള ഈ മയക്കുമരുന്നുകൾ എങ്ങനെ സംസ്ഥാനത്തെത്തുന്നു? ഇതിനിടയിൽ ഒരു നൈജീരിയക്കാരെ ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ഇതുപോലെ പല കാരന്മാരും ഉണ്ടാകും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ. അവിടെ നിങ്ങൾ കണ്ടെത്തണം. ഈ ചെറുകിട കച്ചവടക്കാരെ പിടിച്ച് ഉള്ളിലാക്കിയിട്ട് ഒരു കാര്യവുമില്ല. കുറച്ച് ദിവസം അവർ ജയിലിൽ കിടന്ന് അതിന് ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അവർക്ക് മറ്റൊരിടത്തും മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവൻ മുമ്പും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പറയും, ഇവൻ മുമ്പ് ഈ ബ്രൗൺ ഷുഗർ കച്ചവടക്കാരന അല്ലെങ്കിൽ പുകയില വിൽപ്പനക്കാരനായിരുന്നു, അതുകൊണ്ട് ഇവനെ ജോലിക്ക് കൊടുക്കാൻ പറ്റില്ല, ഇവനെ ജോലിക്ക് നിർത്താൻ പറ്റില്ല. ജോലിക്ക് നിർത്തിയാൽ നാളെ നമ്മളും അത് ചെയ്തു എന്ന് വരുത്തി തീർക്കും, അതുകൊണ്ട് നമ്മളും കുടുങ്ങും. അങ്ങനെ ആരും എവർക്കിനി ജോലിയും കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ അവർ വീണ്ടും ഇത് തന്നെ ചെയ്യും. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ സാധനങ്ങൾ എങ്ങനെ എത്തുന്നു? ഇതിനെതിരെ കഴിഞ്ഞ വർഷം, അതായത് ഈ UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 2025 ആ കാലഘട്ടങ്ങളിൽ അവസാന ഭാഗമാണ് 24-ഉം റിപ്പോർട്ടർ ചാനലും ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അവർ കണ്ട ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്ന് രമേശ് ചെന്നിത്തല എന്ന മിനിസ്റ്ററെ കൊണ്ട് ഈ ഒരു തൂഫാൻ എന്ന വാക്ക് നൽകി, തൂഫാൻ എന്ന ഹിന്ദി വാക്ക് നൽകി തുടച്ചു മാറ്റണം എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് അടിവേരറുക്കും എന്നാണ്. തീർച്ചയായും ഇവിടെ ഓരോ ഉദ്യോഗസ്ഥനും അവർ ആത്മാർത്ഥമായി അവരവരുടെ ഉദ്യോഗം ചെയ്താൽ തീർച്ചയായും ഇതിനെ കണ്ടെത്താൻ പറ്റും. അവർ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ. ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സമൂഹമാണ്, സമൂഹത്തിലെ ജനങ്ങളാണ്. ഓരോ ഏരിയയിലും ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കിയാൽ യുവന്മാരെ എല്ലാം നിഷ്പ്രയാസം പിടിച്ച് ജയിലിനകത്ത് അടയ്ക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു വ്യക്തിയെ ഒന്ന് കണ്ടുകിട്ടട്ടെ, ചെയ്യേണ്ടത് പോലീസിനെ വിവരം അറിയിക്കുക. ആ ഏരിയയിലുള്ള സമൂഹം, ആ ഏരിയയിലുള്ള ആൾക്കാർ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, ജാതിയോ മതമോ പാർട്ടിയോ വർണ്ണമോ വർഗമോ ഒന്നും വ്യത്യാസമില്ലാതെ ഇതിനെതിരെ പ്രതികരിക്കണം. എന്തെന്നാൽ നമ്മുടെ കുട്ടികളാണ് നശിച്ചു പോകുന്നത്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ് നശിച്ചു പോകുന്നത്. ഈ തലമുറയും അതിനടുത്ത തലമുറയും നശിച്ച് നാരായണക്കല്ല് വിടുങ്ങും. കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആളുകൾക്ക് ഇറങ്ങാനൊരു പേടിയാണ്. നാട്ടുകാർ ഒരുമിച്ച് നിന്നാൽ തീരാവുന്നേ ഉള്ളൂ. അതെ, നമ്മൾ എന്താ പറയുക, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി പ്ലാൻ ചെയ്തത്. കാരണം ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പേടിയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരാൾ 2 ആൾ 3 ആൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ
അവർക്കൊരു ഭീഷണിയാണ്. കാരണം ഇപ്പോൾ ഈ പോസ്റ്റ് ഇത് പൊളിച്ചൊരു പോസ്റ്റ് വന്നപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, ഭീഷണി കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് രാത്രി വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയാൽ ഇവിടുന്ന് 5 മണി 6 മണിയാകുമ്പോൾ ഇവിടെ ഈ കൂടാരത്തിൽ വന്നിരിക്കുക. രാത്രി 1 മണി 2 മണി വരെ ഇവിടെ ആൾ വന്ന് പോയിക്കൊണ്ടിരിക്കുക. അത് സ്ത്രീകളടക്കമുണ്ട് ഇതിൽ. ആണുങ്ങൾ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ട് ഇവിടെ ഈ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യുക, വീടുകളെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി വരിക. സ്ത്രീകൾ എൻ്റെ വീട് എൻ്റെ തൊട്ട് മുമ്പിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മളെ വീട്ടിലുള്ള ക്യാമറയിൽ നമുക്ക് കാണാം. അപ്പോൾ അവർ സ്ത്രീകളടക്കം ഇവിടെ വന്നിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. ആണെങ്കിൽ ക്യാൻസർ പോലെ പകരുന്ന ക്യാൻസർ ആണെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാവുള്ളൂ. ഇത് വരും തലമുറക്ക് ഭാവിയെ തകർക്കുന്നതാണ്. ഇവിടെ നമ്മൾ രാഷ്ട്രീയം നോക്കണ്ട, മതം നോക്കരുത്. ഈ വിപത്തിനെതിരെ വിപണനം നടത്തുന്നവർക്കെതിരെ, ഉപഭോക്താവിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും ഒരു നാട്ടിൽ? ആ നാട്ടിൽ അതിന് പ്രതിരോധം തീർക്കൽ ഓരോ നാട്ടുകാരൻ്റെയും കടമയാണ്. ഇത് എൻ്റെ മകല്ലല്ലോ എന്ന് പറഞ്ഞു കണ്ട് ഒഴിഞ്ഞു മാറി നിന്നിട്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ അറിയാതെ ഇതിലേക്ക് ഇവിടെ സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് പോലും ഇതിലേക്ക് വന്നാൽ തിരക്കില്ല എന്നുള്ളൊരു ആവേശമായി. കാരണം അത്രയും സെറ്റപ്പായിട്ട് കെട്ടിവെച്ചിട്ടൊരു കിടക്ക, അതിന് എന്ത് സൗകര്യം എന്ന് പറയും. അപ്പോൾ ആ പ്രായത്തിലൊരു 15-18 വയസ്സിൽ അതിൽ വന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല എന്നുള്ള ഉറപ്പാണ്. അമേരിക്കയിൽ ഈ സാധനം ഉപയോഗിക്കാൻ അവരൊരു സിറ്റി ഒഴിവാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് വലിക്കാം, കുടിക്കാം, അവിടെ കിടന്ന് ചാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇത് അവർ അനുവദനീയമായ രീതിയിൽ വിട്ടിരിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് അതിന് അനുവാദമില്ല. ഇപ്പോൾ വളരെ സുലഭമായ രീതിയിലാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ മാതൃഭൂമിയുടെ ന്യൂസ് റിപ്പോർട്ടറും അതിൻ്റെ ക്യാമറാമാനും കൂടി ചേർന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ലുലു മാളിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അവർ കുറച്ച് സമയം അവർ ചെലവഴിച്ചു. അവർക്ക് കിട്ടിയ ചെറിയ ന്യൂസിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ ചെന്നു. അല്ലെങ്കിൽ പിന്നെ അവർക്കറിയില്ലല്ലോ എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് വിൽക്കും എന്ന് ആർക്കും അറിയില്ലല്ലോ. ആരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ എത്തി. അവർ കുറേ സമയം വെയിറ്റ് ചെയ്തു. അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി, ഒത്തിരി സമയം കാത്തു നിന്ന് ആളിനെ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചു. എത്ര നിസ്സാരമായിട്ടാണ് അവർ അതിന് പോലീസിനോട് പ്രതികരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടാണ്. ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം അവർക്ക് മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും. അതിൻ്റെ അർത്ഥം ഇതൊരു പെറ്റി കേസ്, അല്ലെങ്കിൽ ഒരു 1-2 മാസം ജയിലിനകത്ത് കിടക്കണം, അത് കഴിഞ്ഞാൽ തിരിച്ചു വരാം. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം ബൈപ്പാസ്, ആ കാണുന്നത് ലുലു ഷോപ്പിംഗ് മാൾ, അതിന് ഓപ്പോസിറ്റ് KH ഹോട്ടൽ. പോലീസുകാർക്കൊപ്പം നമ്മളും ഒരു ലഹരിവേട്ട നടത്തുകയാണ്. മാതൃഭൂമി ന്യൂസ്. നിരോധിത പാൻ മസാല അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിറ്റ പണം, അതിൻ്റെ ചില്ലറ പൈസകളും അയാളുടെ പക്കലുണ്ടായിരുന്നു. അയാളും ഇപ്പോൾ ഷാഡോ പോലീസിൻ്റെ സിറ്റി ഡാൻസ് സ്റ്റാഫിൻ്റെ കസ്റ്റഡിയിലായിരിക്കുകയാണ്. വണ്ടി അവിടെ ഉണ്ട്, നമ്മുടെ ഡ്രൈവർ അവിടെ, അതിനകത്ത് സാധനമുണ്ട്. ഇതവർക്ക് സുലഭമായി നമ്മുടെ നാട്ടിൽ ഇനിയും വിൽക്കാം. നമ്മുടെ കുട്ടികൾ നശിക്കുന്നു, നമ്മുടെ നാട് നശിക്കുന്നു. അതിനോടൊപ്പം ഒരു തലമുറ തന്നെ ഇല്ലായ്മയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരോധിത, അതായത് ഇന്ത്യയിൽ നിരോധിച്ച ഈ നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടില്ലേ? എറണാകുളത്തെല്ലാം പിടിച്ചത്. പെരുമ്പാവൂരിൽ നടക്കുന്നത് എന്താണ്? ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? ഈ ബംഗ്ലാദേശിൽ നിന്നും നമ്മുടെ എത്ര അപകടകരമാം അതായത് രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ, രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവർ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നു. കൊൽക്കട്ടയ്ക്കറിയാം, അതായത് ഒരു വേലി പൊളിച്ച് വരുന്നത് പോലെ തന്നെ അവരത്രയ്ക്കും കണ്ണയച്ചു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇവർ ഇത്രയും ജനങ്ങൾ അവിടുന്ന് ഈ രാജ്യത്തേക്ക് വരുന്നത്. കുറ്റം പറയുന്നില്ല.
അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ജീവിക്കാൻ ഒരു രാജ്യത്ത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുമ്പോൾ മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് വിചാരിക്കും. അത് സ്വാഭാവികം. അങ്ങനെയാണല്ലോ എല്ലാവരും പ്രവാസികളാകുന്നത്. അങ്ങനെയാണല്ലോ എല്ലാവരും ഓരോരോ ജീവിതങ്ങൾ തേടിപ്പോകുന്നത്, തൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നത്. അതിൽ തെറ്റില്ല. പക്ഷേ അവനവൻ വരുന്നത് ജീവിക്കാനാണ്, ജോലിക്കാണ്. അതുവഴി കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആരെയും കുറ്റം പറയാനില്ല. ഇതിൽ നല്ലവരുമുണ്ട്, കെട്ടവരുമുണ്ട്. കേരളത്തിലെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഇതിന് വളരെ നിസ്സാരമായി എല്ലാവർക്കും കിട്ടും. അതിൽ 2 പ്രധാന കേന്ദ്രം, അത് ഒന്ന് കൊച്ചിയും മറ്റൊന്ന് കാസർഗോഡുമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സാധനം നമ്മുടെ നാട്ടിലെത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. പഴുതുകൾ അടച്ച് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഇതിൽ ആരും രാഷ്ട്രീയം നോക്കാൻ പാടില്ല, ആരും മതം നോക്കാൻ പാടില്ല, ആരും ബന്ധങ്ങളും സ്വന്തങ്ങളും നോക്കാൻ പാടില്ല. ഇവിടെ വേണ്ടത് ഒരു തലമുറയാണ്. നമുക്ക് ആവശ്യം നമ്മുടെ കുട്ടികളെയാണ്. ഈ തലമുറ നശിച്ചു പോയാൽ അടുത്ത തലമുറ ഇല്ലാതെ വരും. ഈ തലമുറ നശിച്ചു പോയാൽ അടുത്ത തലമുറ ഇല്ലാതെ വരും. ഇപ്പോൾ തന്നെ ഒരു 60% ആൾക്കാരും ഈ മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞു. അതിൻ്റെ ഉദാഹരണം എത്രയോ വീഡിയോകളിൽ കാണുന്നു. ഈ ലുലു മാളിൻ്റെ അടുത്ത്, ഈ വേളിയിൽ ലുലു മാളിൻ്റെ അടുത്ത് സ്ത്രീകൾ, സാധാരണ സ്ത്രീകൾ ചെന്നാണ് വാങ്ങി മടിയിൽ തിരുകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര നിസ്സാരമായിട്ടാണ് ഈ സാധനം കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിനെ അന്വേഷിച്ചു പോയാൽ വൻ മരങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നിൽ. ആ മരങ്ങളെ നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞതുപോലെ അടിവേരറുക്കണം. അടിവേരറുക്കുന്ന രീതിയിൽ വേണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള മുന്നോട്ടുള്ള പോക്ക്. അതിന് റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ചെക്ക് പോസ്റ്റുകൾ, ഈ ചെക്ക് പോസ്റ്റും റെയിൽവേ സ്റ്റേഷനും വഴിയാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത്. കാരണം ഈ കൊൽക്കത്തയിൽ നിന്നും ഈ ആൾക്കാരെല്ലാം വരുന്നത്, ഏറ്റവും കൂടുതൽ വരുന്നത് ട്രെയിൻ മാർഗമാണ്. ഈ ട്രെയിൻ മാർഗം ഈ എല്ലാ സ്റ്റേഷനിലും അതിനുള്ള സ്ക്വാഡുകളെ നിയമിക്കണം. ഇന്ന് ഒരു സ്റ്റേഷനിലല്ല, എല്ലാ സ്റ്റേഷനിലും ഈ ട്രെയിൻ എവിടെയൊക്കെ നിർത്തുന്നോ അവിടെയൊക്കെ അത്യാവശ്യത്തിന് പരിശോധനയ്ക്കുള്ള സ്ക്വാഡുകളെ നിയമിക്കണം. ചെക്ക് പോസ്റ്റുകളിൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചെക്ക് ചെയ്യണം. എങ്കിൽ ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് കടന്നു വരില്ല. ഈ സംസ്ഥാനത്ത് കടന്നു വരില്ല. ഇവിടെ ആവശ്യം രാഷ്ട്രീയമല്ല, ഇവിടെ ആവശ്യം മതമല്ല, ഇവിടെ ആവശ്യം മനസാന്നിധ്യമാണ്. ഇവിടെ ആവശ്യം ജനങ്ങളുടെ ആത്മാർത്ഥതയാണ്, ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങളുടെ കൂട്ടായ്മയാണ്, അവരുടെ ഒത്തൊരുമയാണ്. ഒരു സ്ഥലത്ത് ഇത് കണ്ടെത്തിയാൽ തീർച്ചയായും നിങ്ങൾ പോലീസിലെ വിവരം അറിയിക്കുക. ഈ അടുത്ത ദിവസം ഒരു പയ്യനെ വെട്ടി പരിക്കേൽപ്പിച്ചു. അവരടുത്ത് ഇരുന്ന് ഇത് ഉപയോഗിക്കുന്നത് കണ്ട് അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചപ്പോൾ അവർ ചെന്ന് കടയ്ക്കകത്ത് കയറി ചെന്ന് അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിച്ചു. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഈ യൂട്യൂബേഴ്സ് എല്ലാം ആളുകളെ കുറ്റം പറയുകയും പരസ്പരം കരിവാരി തേക്കുകയും അല്ലെങ്കിൽ ജാതിയും മതത്തിൻ്റെയും പേരിൽ വർണ്ണവെറി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ്. ഇതെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ നാട് നന്നാവാൻ വേണ്ടി സംസാരിക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു തലമുറയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ഈ തലമുറ രക്ഷപ്പെട്ടാൽ അടുത്ത തലമുറയും രക്ഷപ്പെടും. അമ്മമാർ നെഞ്ചത്തടിച്ച് വിളിക്കുന്നു. സംഭവം ശരിയാണ്. ഇതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. സ്കൂളിൽ പോയ പയ്യൻ തിരിച്ചു വന്ന് ഒരു ഉമ്മ പിന്നെ ഇതിനെ ഉപയോഗിക്കാൻ പാടില്ല, അവനെ ഡി അഡിക്ഷൻ സെൻ്ററിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് തിരിച്ചു വന്നതിന് ശേഷം അവൻ കത്തിയുമായി വന്ന് ആ ഉമ്മയെ കുത്തി കൊന്നുകളഞ്ഞു. ആലോചിച്ച് നോക്കണം. അതേപോലെ തിരുവനന്തപുരത്ത് ഒരുത്തൻ ബ്ലാക്ക് മാജിക് എന്നും പറഞ്ഞുകൊണ്ട് ആ അച്ഛനെ എത്ര പ്രാവശ്യമാണ് കുത്തിയത്. അപ്പോൾ ഇത് ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാൻ പറ്റുന്നതല്ല. ഇവിടെ ബംഗ്ലാദേശികളുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായും അവർക്ക് വളരെ നിസ്സാരമായിട്ട് നമ്മുടെ രാജ്യത്ത് കടന്നു വരാൻ ആധാർ കാർഡ് വളരെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് വളരെ നിഷ്പ്രയാസം 700 രൂപ കൊടുത്താൽ രാജ്യത്തിൻ്റെ ആധാർ കാർഡ് മറ്റൊരു സ്റ്റേറ്റിൽ നിന്നും വരുന്നവർക്ക് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നു. ഇതെന്ത് മറിമായമാണ്! ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആധാർ കാർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മറ്റുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ ആധാർ കാർഡ്? അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ പെരുമ്പാവൂർ
പെരുമ്പാവൂരടക്കം ഇപ്പൊ ഏകദേശം നമ്മുടെ ഹോം മിനിസ്റ്റർ പറഞ്ഞതുപോലെ തൂഫാനായിരിക്കുന്നു, തുടച്ചു നീക്കിയിരിക്കുന്നു. പെരുമ്പാവൂരടക്കം കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഇതിന് 100% ഒത്താശ ചെയ്യുന്ന ചില മലയാളികളുണ്ട്. ഈ മലയാളികളുടെ സഹായമില്ലാതെ അവർക്കൊരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് ഇത് ചെയ്തു കൊണ്ടുപോകാൻ പറ്റില്ല. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് മലയാളികൾ, കാരണം ഇവരെ 10 പേരെ 15 പേരെ ഗ്യാങ്ങായി സംഘടിപ്പിക്കുന്നു, എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നു, അവിടെ ഈ ആൾക്കാരെ സപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അയാളോ അവരിൽ നിന്നും കമ്മീഷൻ വാങ്ങി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഒരു പണിയും ചെയ്യണ്ടല്ലോ, എവിടെയെങ്കിലും പോവുക, പണി പിടിക്കുക, ആ പണിക്ക് 10 പേരെ 15 പേരെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ ജോലിക്കാരെ ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുക, അവരിൽ നിന്നും ഒരു കമ്മീഷൻ എടുക്കുക, അതുവഴി ജീവിതം സന്തോഷകരമായി ആഡംബരമായി അടിച്ചു പൊളിച്ച് ജീവിക്കുക. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇതുപോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ വിൽക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടില്ലേ, ഈ അടുത്ത സമയത്ത് ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്ത് വീട്ടിന്റെ മുമ്പിൽ കഞ്ചാവ് ചെടി വളർത്തിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു, കഷായത്തിനത്ര കഞ്ചാവ് ചെടി, മരുന്നിന് കഞ്ചാവ് ചെടി വളർത്തി, വീടും പരിസരങ്ങളിലും കഞ്ചാവ് ചെടി വളർത്തി വലിയ വലിയ മരം. ഇതാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ ഇവിടെ പറയാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം, സമൂഹം ഒന്നടങ്കം പ്രതികരിക്കണം. പോലീസിനോടൊപ്പം നമ്മുടെ നിയമ സംവിധാനത്തിനോടൊപ്പം നമ്മുടെ സമൂഹം ഒരുമിച്ച് നിന്നാൽ ഈ വിപത്തിനെ വേരോടെ അറുത്തു മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. നമ്മുടെ കുട്ടികളെ, വരും തലമുറയെ, ഇപ്പോഴത്തെ തലമുറയെ രക്ഷിച്ചാൽ വരും തലമുറ ഇതിൽ നിന്നും രക്ഷ നേടും, അതിൽ തർക്കമില്ല. അടുത്തൊരു വിഷയവുമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.